കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ നിർത്തിവെക്കാൻ ഒരുങ്ങി വിതരണ ഏജൻസികൾ. കോടികൾ കുടിശ്ശികയായതോടെയാണ് ഏജൻസികൾ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. സെപ്റ്റംബർ 1 മുതൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തുമെന്നും നേരത്തെ വിതരണം ചെയ്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്നും കാണിച്ച വിവിധ ഏജൻസികളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ സപ്ലയേഴ്സ് ആൻഡ് ഡിവൈസസ് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകി. 12 മാസത്തെ കുടിശ്ശികയായ 2.5 കോടി രൂപയാണ് നൽകാനുള്ളത്. സ്റ്റെന്റ്, കൊറോണറി ബലൂൺ, പേസ്മേക്കർ, കത്തീറ്റർ തുടങ്ങിയ ശസ്ത്രക്രിയ, കാത്ത് ലാബ് ഉപകരണങ്ങളുടെ സ്റ്റോക്ക് മഞ്ചേരിയിൽ പരിമിതമാണ്. ഉപകരണങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ശസ്ത്രക്രിയ മുടങ്ങുമെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിനെ അറിയിച്ചു. വിവിധ സ്കീമുകളിലായി 35 കോടി രൂപ സർക്കാർ ആശുപത്രിക്ക് നൽകാനുണ്ട്. ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ വിതരണ ഏജൻസി കനിയണമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ജില്ലയിലുള്ള രോഗികൾക്ക് പുറമെ ഗൂഡല്ലൂർ, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ളവരും മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നുണ്ട്. സർക്കാർ എന്ന് ഫണ്ട് നൽകുമെന്ന് പറയാൻ ആശുപത്രി അധികൃതർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് അധികൃതർ ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ടെങ്കിലും അനുകൂല നടപടിയുണ്ടായിട്ടില്ല. 6 മാസത്തെ കുടിശ്ശികയെങ്കിലും തീർക്കാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഏജൻസികൾ. കോടികളുടെ കുടിശ്ശിക വരുത്തിയതിനാൽ വിവിധ കമ്പനികൾ ഉപകരണം നൽകുന്നത് നിർത്തിയതായി ഏജൻസി പ്രതിനിധികൾ പറഞ്ഞു. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികൾക്ക് കീഴിലെ 40 കാത്ത് ലാബുകളിലേക്ക് ഉപകരണം നൽകുന്ന ഏജൻസിയാണ് ഇപ്പോൾ വിതരണം നിർത്തുന്നത്. 250 കോടി രൂപയാണ് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ളത്. ഇതിൽ മഞ്ചേരിക്ക് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാശുപത്രി എന്നിവിടങ്ങളിലാണ് 1 തീയതി മുതൽ വിതരണം നിർത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം 42 കോടി രൂപയാണ് കുടിശ്ശിക. പരിയാരം മെഡിക്കൽ കോളേജ് 40 കോടിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 35 കോടിയും ലഭിക്കാനുണ്ട്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.